ഇന്ത്യൻ ഓഹരി വിപണിയുടെ സമീപകാല മുന്നേറ്റത്തിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയവയാണ് പൊതുമേഖല ബാങ്ക് ഓഹരികൾ. കഴിഞ്ഞ 3 വർഷ കാലയളവിലെ കണക്കു നോക്കിയാൽ എല്ലാ പൊതുമേഖല ഓഹരികളും തന്നെ 100% നേട്ടം നിക്ഷേപകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശക്തമായി മുന്നേറിയിരുന്ന ബാങ്ക് ഓഹരികളിൽ പിന്നീട് തിരുത്തൽ നേരിടുന്നതിന് സാക്ഷ്യം വഹിച്ചു. അടുത്തിടെയായി തിരിച്ചുവരവിനുള്ള ശക്തമായ സൂചന നൽകുന്ന ഒരു പൊതുമേഖല ബാങ്ക് ഓഹരിയുണ്ട്. ഓഹരിയുടെ വിശദാംശം നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ ഒരു ഭാരതീയ അന്താരാഷ്ട്ര പൊതുമേഖല ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിനെയും പഞ്ചാബ് നാഷണൽ ബാങ്കിനെയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് ബാങ്ക് ഓഫ് ബറോഡ. 1908 ഗുജറാത്തിലെ വഡോദര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BOB ഒന്നിലധികം രാജ്യങ്ങളിൽ ഗണ്യമായ സാന്നിധ്യമുള്ള ഒരു ആഗോള ബാങ്കിംഗ് സ്ഥാപനമായി വളർന്നു. റീറ്റെയിൽ ബാങ്കിംഗ്, കോർപ്പറേറ്റ് ബാങ്കിംഗ്, വെൽത്ത് മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെ വിപുലമായ സാമ്പത്തിക സേവനങ്ങൾ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. 1969 13 ബാങ്കുകളോടൊപ്പം ദേശസാൽക്കരിക്കപ്പെട്ടു. ജനറൽ ഇൻഫർമേഷൻ. Technical performance. Shareholding. Technical levels. സ്റ്റോക്ക് പ്രകടനം. സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസായത്തിലെ മൊത്തത്തിലുള്ള പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ സ്റ്റോക്ക് മിതമായ വളർച്ച പ്രകടമാക്കി. ശക്തമായ ആസ്തി അടിത്തറയും സർക്കാർ പിന്തുണയും കാരണം സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും സ്റ്റോക്ക് പ്രതിരോധം പ്രകടമാക്കി. മെച്ചപ്പെട്ട സാമ്പത്തിക പ്രകടനവും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും മൂലം കഴിഞ്ഞ ഒരു വർഷമായി BOB അതിന്റെ സ്റ്റോക്ക് വിലയിൽ സ്ഥിരമായ വർധനവ് കാണുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ സ്റ്റോക്കിന്റെ സവിശേഷത അതിന്റെ സ്ഥിരതയാണ്. ഒരു ഉറച്ച ബാലൻസ് ഷീറ്റും സർക്കാർ ഉടമസ്ഥതയുമാണ്. നിക്ഷേപകർക്ക് ബാങ്ക് ഓഫ് ബറോഡയെ വിശ്വസനീയമായ ഒരു സ്റ്റോക്കായിട്ടാണ് വിശകലന വിദഗ്ധർ കാണുന്നത്. ഡിജിറ്റൽ ബാങ്കിംഗിലെ ബാങ്കിന്റെ തന്ത്രപരമായ സമീപനങ്ങളും അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള വ്യാപനവും അതിന്റെ വളർച്ചാ സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഓഹരി വില ചരിത്രം. PSU ബാങ്ക് സ്റ്റോക്ക് 3 വർഷത്തിനുള്ളിൽ 236%, 2 വർഷത്തിനുള്ളിൽ 95% മൾട്ടിബാഗർ റിട്ടേൺ നൽകി. ഒരു വർഷത്തിനിടെ കൗണ്ടർ 31%-ഓളം നേട്ടമുണ്ടാക്കി. ബോണ്ടുകളിൽ നിന്ന് 5000 കോടി രൂപ സമാഹരിച്ചു. BOB ദീർഘകാല ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 5000 കോടി രൂപ സമാഹരിച്ചു. ഔദ്യോഗിക പ്രസ്താവന പ്രകാരം 7% കൂപ്പണിൽ ഇഷ്യൂ ചെയ്ത 10 വർഷത്തെ ബോണ്ടാണ്. SBI ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഇന്ത്യൻ വായ്പാ ദാതാക്കൾ ഈയിടെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ വഴി വിഭവങ്ങൾ സമാഹരിച്ചു എന്നത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇഷ്യൂ ആരംഭിച്ചതിന് ശേഷം 15000 കോടിയിലധികം വരുന്ന 146 ബിഡുകൾ ബാങ്കിന് ലഭിക്കുകയും 5000 കോടി രൂപയുടെ ബിഡുകൾ സ്വീകരിച്ച് തീർപ്പാക്കുകയും ചെയ്തു. ഓഹരി മുന്നോട്ട്. നിലവിലെ ടെക്നിക്കൽ അനാലിസിസിൽ നിന്നും ബാങ്ക് ഓഫ് ബറോഡ ഓഹരികൾ 260 രൂപ നിലവാരം മറികടന്നാൽ ഹ്രസ്വകാല കുതിപ്പിനുള്ള സാധ്യത തുറന്നിടുമെന്ന സൂചനയാണ് നൽകുന്നത്. ചുരുക്കത്തിൽ 260 രൂപ നിലവാരം ശക്തിയോടെ മറികടന്നാൽ 300 രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇൻഫ്രാ ബോണ്ടിൽ നിന്ന് 5000 കോടി രൂപ സമാഹരിച്ചതിനു ശേഷം ഈ പൊതുമേഖലാ ബാങ്ക് ഓഹരി നേട്ടത്തിലാണ്. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസായത്തിലെ ഒരു അടിസ്ഥാന സ്റ്റോക്കായി തുടരുന്നു. ഇത് സ്ഥിരതയും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും നൽകുന്നു. ദീർഘകാല റിട്ടേണുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പൊതുമേഖലയുമായി സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരെ അതിന്റെ സ്റ്റോക്ക് പ്രത്യേകിച്ചും ആകർഷിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഡിജിറ്റൽ സാന്നിധ്യത്തോടൊപ്പം അസറ്റിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബാങ്കിന്റെ നിലവിലുള്ള സമീപനങ്ങൾ ഭാവിയിലെ വിപുലീകരണത്തിന് അനുകൂലമായി നിലകൊള്ളുന്നു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ തിരിച്ചുവരികയും വികസിക്കുകയും ചെയ്യുമ്പോൾ ഓഹരിക്ക് നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഓഹരി നിക്ഷേപകർക്ക് പരിഗണിക്കേണ്ട ഒരു സ്റ്റോക്കാക്കി മാറ്റുന്നു. Thank you.